ഇപ്പോൾ ശശി തരൂർ MP മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലേക്ക്. ഒരു ആവശ്യവുമില്ല. ഈ കേസ് ഞാൻ അറിയപ്പെടുന്ന ഒരു കേസ്, പക്ഷേ ഇനി കേസുകൾ ഉണ്ടെങ്കിൽ അതിന് പിൻവലിക്കണം എന്നൊരു സംശയം. അല്ല, CPM-ന് മതവിശ്വാസമില്ല. അപ്പോൾ CPM-ന് ഇഷ്ടമായിട്ട് എളുപ്പത്തെ ഒരു തീരുമാനം എടുക്കുക. കോൺഗ്രസിൻ്റെ അകത്ത CPM-ൻ്റെ ഐഡിയോളജി അല്ല, BJP-യുടെ ഐഡിയോളജിയും അല്ല. നമ്മൾ ഹിന്ദുത്വയെ ഒരു രാഷ്ട്രീയ ഡോക്ട്രിനായിട്ട് കാണുന്നു. അത് ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ട ഒരു വിശ്വാസമല്ല ഹിന്ദുത്വ. അതുകൊണ്ട് ഞങ്ങൾ CPM-ഉം അല്ല, ഞങ്ങൾ BJP-യും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾ സമയം തരും. താങ്ക് യു. ഈ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് AICC അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. അവര് അകത്ത് ചർച്ച ചെയ്തിട്ട് ഇന്ന് നാഗ്പൂരിൽ എല്ലാവരും കൂടുന്നുണ്ട്. ചിലർക്ക് ഈ തിരുവനന്തപുരത്ത് നാഗ്പൂർ എത്താനൊരു പാടായ കാരണം 2-3 പേര് പോയില്ല. പക്ഷേ നമ്മൾക്ക് എന്തായാലും അവിടുത്തെ ചർച്ചയുടെ റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയപ്പെടും. ഒരു പ്രശ്നമില്ല. അയോധ്യ വിഷയത്തിലുള്ള പ്രതികരണമാണ് ശശി തരൂർ നടത്തിയത്. CPM-ന് മതവിശ്വാസമില്ലാത്തതുകൊണ്ട് അവർക്ക് വേഗത്തിൽ തീരുമാനമെടുക്കാം. അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുമെന്ന ചോദ്യത്തിന് ഇവിടുന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കും. നാഗ്പൂരിൽ യോഗം ചേരുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിനിടെ മറ്റു ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് KPCC നിലപാടെന്ന് K മുരളീധരൻ ഇന്ന് പറയുകയുണ്ടായി. KC വേണുഗോപാലിനെ ഇക്കാര്യം അറിയിച്ചുവെന്നും K മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. അതേസമയം KPCCയുടെ നിലപാട് ചോദിച്ചിട്ടില്ല എന്നായിരുന്നു പ്രസിഡന്റ് K സുധാകരന്റെ പ്രതികരണം. നിലപാട് ചോദിച്ചാൽ പറയും. പങ്കെടുക്കേണ്ടതിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് എന്നും K സുധാകരൻ പറഞ്ഞു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്. പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് മുരളിയോട് ചോദിക്കുക. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കും. TS ഹരീഷ് കൂടുതൽ വിവരം നൽകും. ഹരി, ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ എന്തൊക്കെ നിലപാടുകൾ വ്യത്യസ്തമായി വന്നോ? സമാനമാണല്ലോ കോൺഗ്രസിൽ തന്നെ. ഇപ്പോൾ മുരളീധരൻ പറയുന്നു പങ്കെടുക്കരുത് എന്നാണ് നിലപാടെന്ന് പറയുന്നു. ശശി തരൂർ പറയുന്നു നാഗ്പൂരിൽ യോഗം ചേരുന്നുണ്ട്, അതിനുശേഷം തീരുമാനമെടുക്കാം. CPM-നെ പോലെ മതവിശ്വാസമില്ലാത്ത പാർട്ടിയല്ല കോൺഗ്രസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ എന്ന് പറയുന്നു. K സുധാകരൻ പറയുന്നു അത് ദേശീയ നേതൃത്വമാണ്. ഇപ്പോഴും ഒരു രൂപമായില്ലേ കോൺഗ്രസിൽ? ഒരു രൂപമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് എല്ലാ നേതാക്കളും, കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കം സംസാരിക്കുന്നത് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതൊരു പറഞ്ഞൊഴിയുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ശശി തരൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, അവരാണ് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഒപ്പം തന്നെ ഈ സമയവും ഒക്കെ ചിന്തിച്ചിട്ട് വേണം അവിടെ പോവുകയോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ഈ ക്ഷണിക്കപ്പെട്ടവർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കണം. ദൈവത്തെ പൂജിക്കാനുള്ള വേദിയായാണ് ക്ഷേത്രത്തെ താൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് അതിനെ ഒരു രാഷ്ട്രീയ വേദിയാക്കുന്നതിൽ താൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ഒരു നിലപാട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം അവരോട് പറയാം, മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹവും പറയുന്നത്. ഹരി, കോൺഗ്രസിന് തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണോ കേരളത്തിൽ? അതോ ലീഗും സമസ്തയും ഒക്കെ അവരെന്ത് കരുതും, അല്ലെങ്കിൽ അവർ ഇത് പോകരുതെന്ന് പറയുമ്പോൾ അതിനെ എതിർത്ത് പോകാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെയാണോ കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ നയിക്കുന്നത്?
അങ്ങനെ ഒരു ആശങ്ക ഇല്ലാതില്ല. കാരണം കേരളത്തിൽ തന്നെ സമസ്ത അടക്കമുള്ള മുസ്ലിം മതസംഘടനകൾ BJP നീക്കത്തോട് ശക്തിയായി വിജയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ്. ഈ പള്ളി പൊളിച്ചെടുത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ കാൽവയ്ക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം സമസ്ത തന്നെ മുഖപത്രത്തിൽ ഒരു മുഖപ്രസംഗം എഴുതിയതും. അപ്പോൾ അതൊക്കെ കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലൊക്കെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ അയോധ്യ ക്ഷണത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് വളരെ നിർണായകം തന്നെയാണ്. BJP ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്താൽ അത് CPM കേരളത്തിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കും എന്നുള്ള ഒരു കാര്യം കോൺഗ്രസ്. ശരി, എന്തായാലും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം ജനുവരി 22-നാണ് നടക്കുന്നത്. വമ്പൻ പരിപാടിയായി മാറ്റാനാണ് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ശ്രമിക്കുന്ന. 1000 ട്രെയിനുകളൊക്കെയാണ് സർവീസ് വരുന്ന. അമൃത് ഭാരത് ട്രെയിൻ സർവീസ് അയോധ്യയിൽ നിന്ന് ആരംഭിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് ആരൊക്കെ പോകുമെന്നതിൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഇപ്പോഴും രൂക്ഷമായി നിലനിൽക്കുന്നത്.